ശ്രീമതി ടീച്ചറെ 90,000 വോട്ടിന് തോൽപ്പിച്ച തനിക്ക് MV ജയരാജൻ എതിരാളിയല്ല. കെ സുധാകരൻ. കണ്ണൂരിലെ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിൽ ജയരാജന്മാരിൽ ഒരാൾ കെ സുധാകരനുമായി പോരാട്ടത്തിലേർപ്പെടുന്നത് ഇപ്പോൾ ആദ്യമാണ്. സുധാകരൻ വീണ്ടും മത്സരത്തിനിറങ്ങുന്നതോടെ കണ്ണൂരിൽ ചരിത്രത്തിൽ ഏറ്റവും കടുത്ത പോരാട്ടത്തിനാണ് കളമൊരുങ്ങുന്നത്. സുധാകരൻ നേരിടുന്നത് പാർട്ടി ജില്ലാ സെക്രട്ടറിയായിരുന്ന MV ജയരാജനെയാണ്. കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ തനിക്കെതിരെ മത്സരിക്കുന്ന MV ജയരാജൻ ശക്തനായ എതിരാളിയല്ലെന്നാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയും KPCC അധ്യക്ഷനുമായ കെ സുധാകരൻ പറയുന്നത്. കണ്ണൂർ DCC ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPM കേന്ദ്ര കമ്മിറ്റി അംഗമായ PK ശ്രീമതി ടീച്ചറെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 90,000 വോട്ടിന് പരാജയപ്പെടുത്തിയതാണ്. പിന്നെയാണോ MLA ആയിരുന്ന MV ജയരാജനെന്നും സുധാകരൻ ചോദിച്ചു. MV ജയരാജൻ ശക്തനുമല്ല എതിരാളിയുമല്ലെന്ന് കെ സുധാകരൻ പറഞ്ഞു. സിദ്ധാർത്ഥന്റെ മരണം തെരഞ്ഞെടുപ്പിൽ പ്രചരണ വിഷയമാകും. ഇന്ത്യയിൽ ഇതുവരെ നടത്താത്ത ഒരു കൊലപാതകം നടത്തിയ കൊലയാളികൾക്ക് പച്ചക്കൊടി കാണിച്ച സർക്കാരാണിതെന്നും സുധാകരൻ പറഞ്ഞു. കണ്ണൂരിൽ വിജയപ്രതീക്ഷയുണ്ട്. ഞാൻ ജയിച്ച കോൺസ്റ്റൻസിയിൽ വിജയപ്രതീക്ഷയുണ്ടോ എന്ന ചോദ്യം അപ്രസക്തമാണ്. ആദ്യം മത്സരിക്കേണ്ടെന്ന് വിചാരിച്ചതാണ്. പാർട്ടി പറഞ്ഞതുകൊണ്ടാണ് മത്സരിക്കുന്നത്. ഷാഫിയും വേണുഗോപാലും പ്രിയപ്പെട്ട മുരളിയുമൊക്കെ മത്സരിക്കുന്നത് പാർട്ടി നേതൃത്വം പറഞ്ഞതുകൊണ്ടാണ്. ഹൈക്കമാൻഡ് പറഞ്ഞാൽ മത്സരിക്കാതെ ആർക്കെങ്കിലും ഈ പാർട്ടിയിൽ നിൽക്കാൻ കഴിയുമോ എന്നും സുധാകരൻ ചോദിച്ചു. ഷാഫി വടകരയിൽ മത്സരിച്ചാൽ പാലക്കാട് അസംബ്ലി സീറ്റ് നഷ്ടമാകില്ല. ഷാഫി അവിടെ കോൺഗ്രസിന് നല്ല സ്ട്രോങ് ആയ അടിത്തറയുണ്ടാക്കിയിട്ടുണ്ട്. പുതിയ തലമുറയിലെ നേതാക്കൾ അവിടെയുണ്ട്. പാലക്കാട് ഒരു റിസ്ക്കുമില്ല. പാലക്കാട് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അത് കാണിച്ചു തരുമെന്നും സുധാകരൻ പറഞ്ഞു. താൻ BJPയിൽ പോകുമെന്ന് എത്ര കാലമായി ദേശാഭിമാനിയും CPMഉം പറഞ്ഞു തുടങ്ങിയിട്ട് ആരെങ്കിലും ഇതുവരെ അങ്ങനെ വിശ്വസിച്ചുവോ എന്നും സുധാകരൻ ചോദിച്ചു. എത്ര വിശ്വാസ്യത ദേശാഭിമാനിക്കുണ്ട്? ആരെങ്കിലും അവർ പറയുന്നത് വിശ്വസിച്ചിട്ടുണ്ടോ? എത്ര കാലമായി അവർ നെറികെട്ട പ്രചാരണം തുടങ്ങിയിട്ടെന്നും സുധാകരൻ ചോദിച്ചു. താൻ BJPയിലേക്ക് പോകുമോ എന്ന് അവരാണോ തീരുമാനിക്കേണ്ടത്? എന്ത് ലജ്ജയില്ലാത്ത കമൻസാണിത്. ഇത് ഭ്രാന്തുള്ളവർ പുലമ്പുന്നത് പോലെയാണെന്നും കെ സുധാകരൻ പറഞ്ഞു. അവരെ ജനം വിശ്വസിക്കുന്നില്ലെന്നും സുധാകരൻ വ്യക്തമാക്കി.